വണ്ടി റിറ്റ്സ് ആണ്, 2009 മോഡൽ വണ്ടിയാണ്. എന്നിട്ട് 79,848 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ എ സി ഇടുമ്പോൾ ഫാൻ അവിടെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ഹീറ്റാണ് വരുന്നത്. ഇത് ടെമ്പറേച്ചർ പെട്ടെന്ന് കയറില്ല. അതുകൊണ്ട് നമുക്ക് റേഡിയേറ്റർ ഫാൻ വർക്കിംഗ് ആണോ ഇല്ല എന്നുള്ളത് ഒരുപാട് സമയം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് വേണം നോക്കാനായിട്ട്. ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇട്ടാൽ തന്നെ റേഡിയേറ്ററിൻ്റെ ഫാനിൽ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ കസ്റ്റമർക്ക് ചെറിയ ഓട്ടം ഉള്ളൂ, ഏകദേശം ഒരു 10 കിലോമീറ്റർ റൗണ്ടിലെ ഓട്ടം ഉള്ളൂ. അതുകൊണ്ട് ടെമ്പറേച്ചർ പെട്ടെന്ന് കയറി ആ ഒരു ഫാൻ വർക്ക് ചെയ്യാനുള്ള ഒരു സമയം ഇതിനകത്ത് കിട്ടില്ല. എ സി മാത്രമാണ് ഇട്ടിട്ട് ഓടിക്കുന്നത്. അപ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് വന്നതും എ സി തണുപ്പില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, അല്ലാതെ ടെമ്പറേച്ചർ കയറി അല്ലെങ്കിൽ വാർണിംഗ് ലൈറ്റ് വരണമെന്നല്ല കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല, ഒട്ടും തന്നെ വർക്ക് ചെയ്യുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ തന്നെ തണുപ്പ് വരുന്നുണ്ട്. അതുപോലെ റണ്ണിങ്ങിൽ ചെറിയൊരു തണുപ്പ്, എന്ന് വെച്ചാൽ റണ്ണിങ്ങിൻ്റെ എയർ കൊണ്ട് അതിൽ ചെറിയൊരു തണുപ്പ് കിട്ടുന്നുണ്ട്. അതല്ലാതെ കംപ്ലീറ്റ് നല്ലൊരു തണുപ്പ് ഇതിനകത്ത് വരുന്നില്ല. കംപ്രസറൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ, എ സി ഇടുമ്പോൾ കംപ്രസറൊക്കെ കറക്റ്റ് പിടിക്കുന്നുണ്ട്, അതെല്ലാം ഓക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ റേഡിയേറ്റർ അഴിച്ചിട്ടില്ല, അല്ലാതെ തന്നെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ റേഡിയേറ്റർ ഫാൻ വർക്കിംഗ് അല്ല. അതിൻ്റെ ഫ്യൂസും കാര്യങ്ങളൊക്കെ ലൈനൊക്കെ ഓക്കെയാണ്. പക്ഷേങ്കിൽ കപ്ലറിലേക്ക് കറണ്ട് വരുന്നുണ്ട്, ഫാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഫാൻ തന്നെ ആയിരിക്കും കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ഫാൻ എന്തായാലും അഴിച്ച് നോക്കാം. ഫാൻ ഈ ഭാഗത്താണ് ഫാൻ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഡയറക്റ്റ് നമ്മൾ കണക്ഷൻ കൊടുത്ത് നോക്കി ഇതിനകത്ത്, ഫാനിൻ്റെ വയറിങ്ങിനകത്ത്. പക്ഷെ എന്നാലും വർക്ക് ചെയ്യുന്നില്ല. ഈ കപ്ലറിലാണ് വരുന്നത്. ഒന്ന് ഹൈ സ്പീഡ് ലോ സ്പീഡ് ആയിട്ടാണ് ഇത് കണക്ഷൻ വരുന്നത്. 4 പിന്നാണ് വരുന്നത്. ഇത് രണ്ടിലേക്കും കറണ്ടില്ല, പക്ഷേ ഇവിടേക്ക് കറണ്ട് സപ്ലൈ വരുന്നുണ്ട്. അത് നമുക്ക് റേഡിയേറ്ററിന് അഴിക്കാനായിട്ട് ബമ്പർ അഴിക്കണം. ബമ്പർ അഴിച്ച് ഈ ടോപ്പിലെ ഈ പാനൽ, റേഡിയേറ്റർ പാനൽ, ടോപ്പ് പാനൽ അഴിച്ചതിന് ശേഷം അതിൻ്റെ റേഡിയേറ്ററിന് 2-3 ഹോസ് ഉണ്ട്. ആ ഹോസ് അഴിച്ചിട്ട് നമുക്ക് ഫാൻ പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് മാറാം. എന്തായാലും റേഡിയേറ്റർ ഫാൻ എന്തായാലും അഴിച്ചെടുക്കാം. നമ്മൾ മോട്ടർ ഇതിൻ്റെ ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, മാരുതിയുടെ. ഏകദേശം 4,285 രൂപ റേറ്റ് വരുന്നുണ്ട് MRP. ഒറിജിനൽ തന്നെയാണ്. ഇതാണ് ഫാൻ വരുന്നത്. നമ്മളെപ്പോഴും പുതിയ ഫാനാണെന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പുറമേ വെച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ കപ്ലറിൽ തന്നെ കൊടുത്തിട്ട് ഒന്ന് AC ഇട്ട് നോക്കിയാൽ മതി, എന്നിട്ട് മാത്രം കയറ്റുക. ഇതിപ്പോൾ ഓക്കെയാണ്, ഞാൻ ചെക്ക് ചെയ്താണ്. റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ റിലയൻ്റെയോ അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നും ഇല്ല ഇതിനകത്ത്. എന്തായാലും അപ്പോൾ നമുക്ക് റേഡിയേറ്റർ ഫാൻ എന്തായാലും മാറാം. ഇതിൽ ആകെ 4 ബോൾട്ടേ വരുന്നുള്ളൂ 10-ൻ്റെ, 1, 2 അതുപോലെ താഴെ. അത് അഴിച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് പുറത്തെടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും റേഡിയേറ്റർ ഫാൻ അഴിച്ച് മാറാം. വേണ്ട ഫസ്റ്റ് അങ്ങനെ കയറ്റി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫാൻ വർക്കിംഗ് കറക്റ്റാണ്. കറക്റ്റ് എയർ ഫ്ലോ കറക്റ്റായിട്ട് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. AC കട്ട് ഓഫ് ആക്കുമ്പോൾ തന്നെ സൗണ്ട് മറ്റേ ഫാൻ കട്ട് ഓഫ് ആകുന്നുണ്ട്. വേറെ ടെമ്പറേച്ചർ കയറുമ്പോഴും അതുപോലെ കറക്റ്റ് ടൈമിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ബെൽറ്റിൻ്റെ അവിടെ ചെറിയൊരു നോയ്സ് ഉണ്ടായിരുന്നു, ഒരു കിച്ച് എന്ന് പറയുന്ന ഒരു നോയ്സ് ഉണ്ടായിരുന്നു.
ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ബെൽറ്റും ആ ടെൻഷനറും മാറിയായിരുന്നു. ടെൻഷനറിൽ ബെയറിങ് ചെറുതായിട്ടൊരു വീക്ക് ഉണ്ടായിരുന്നു. അത് MGP തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത്. 1480 രൂപ എന്താ റേറ്റ് വരുന്നുണ്ട്. അതുപോലെ ബെൽറ്റ് ഒപ്റ്റി ബെൽറ്റിനെയാണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത്. അത് 400-500 രൂപ കണ്ട ബെൽറ്റിന് വരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വണ്ടി എല്ലാം കൊണ്ട് ഓക്കെയാണ്. വണ്ടി ആ ബെൽറ്റിൻ്റെ നോയ്സ് അതുപോലെ റേഡിയേറ്ററിൻ്റെ ഫാൻ ഇതായിരുന്നു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അത് രണ്ടും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ടെമ്പറേച്ചർ കയറുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് നോക്കി നോക്കാം. ഇപ്പോൾ വണ്ടി ഓക്കെയാണ്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ AC-യുടെ കൂളിംഗ് ഒക്കെ പക്കയാണ്. അതുപോലെ ഫാൻ വർക്കിങ്ങും കറക്റ്റ് ടൈമിൽ തന്നെ കട്ട് ഓഫ് ആവുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. AC ഓൺ ആക്കുമ്പോൾ തന്നെ ഫാനും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാൻ മോട്ടർ പോയത് തന്നെയാണ് കംപ്ലയിൻറ്റ്. വേറെ ഫ്യൂസിൻ്റെയോ റിലേൻ്റെയോ വേറെ ബുദ്ധിമുട്ടൊന്നുമല്ല. ഫാനിൻ്റെ കംപ്ലയിൻറ്റ് തന്നെ ആയിരുന്നു. നമ്മളത് ചേഞ്ച് ഒറിജിനൽ തന്നെ MGPയുടെ ഒറിജിനൽ തന്നെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് ലൈഫും ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഇനി ചെക്കിംഗ് എഞ്ചിൻ ലൈറ്റ് ഒന്ന് കത്തുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർ ഫിൽറ്റർ അഴിച്ചു വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണാക്കിയായിരുന്നു. അതിൻ്റെയാണ്. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. സ്കാനർ വെച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കളയാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.